നമ്മൾ കൊടുങ്ങല്ലൂർ കാവിലെത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇതാ കാണുന്നത്. കണ്ടില്ലേ, ഒരു പാവപ്പെട്ട കുടുംബമാണ്. പാവപ്പെട്ട കുടുംബം, 2 കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയുണ്ട്. ഭാര്യയാണ് ആ കൊട്ടുന്നത്, കണ്ടില്ലേ. അദ്ദേഹം പറയുന്നതിനനുസരിച്ച് തന്നെ ആ താളത്തിന് ഒപ്പിച്ച് തന്നെ ഇങ്ങനെ കൊട്ടുന്നുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ട് കൊട്ടുന്നുണ്ട്. എനിക്ക് ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ പാവം തോന്നിയിട്ടാ. അവർ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ഓരോരോ കലാപരിപാടികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കൊട്ടും പാട്ടും ചെറിയ ചെറിയ ചെപ്പടി വിദ്യകളൊക്കെ ചെയ്യുന്ന ഒരു പാവപ്പെട്ട കുടുംബം. എന്തോ അവരമ്മയുടെ നടയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടേതായ കഴിവുകൾ പ്രദർശിപ്പിക്കുകയാണ് കേട്ടോ. ഒരു ഓരത്തായിട്ട് ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നിന്നിട്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത കുഞ്ഞില്ലേ, ആ പെൺകുട്ടി എടുത്തു കൊടുത്ത 2 പന്തുകൾ, റബ്ബർ പന്തുകളാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. അത് മറ്റേ മുറത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. മുറത്തിൽ കുറച്ച് അരിയും കൂടി ഇട്ടേണ്ട, അരിയിലായിട്ട് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുകയാണ്. അത് ഒട്ടിച്ചോട്ടൊന്നുമില്ല കേട്ടോ, ചുമ്മാ എടുത്ത് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ആ മുറം അദ്ദേഹം ഇങ്ങനെ കറക്കുമ്പോൾ അത് പോവാതെ, ആ പന്ത് ഇങ്ങനെ പോവാതെ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് എന്തായാലും സൂപ്പർ. അതേപോലെ തന്നെ മുറത്തിലുള്ള അരി അദ്ദേഹം പുറത്ത് കളയാതെ, പുറത്ത് പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്നുണ്ട് കേട്ടോ. നല്ല സംഭവമാണ്. എന്തായാലും അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു ഉപജീവന മാർഗമാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനൊന്നും കുറ്റപ്പെടുത്തലായിട്ട് കാണേണ്ടതില്ല. അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തായിരിക്കും പണ്ട് മുതലേ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അവരുടെ കുടുംബം പുലരണം, അവർക്ക് മുന്നോട്ട് ജീവിക്കണമല്ലോ. പാവപ്പെട്ട കുടുംബമാണ്, പാവം തോന്നുന്നു. പക്ഷെ എനിക്ക് ആ തീരെ പൊടിയായിട്ടുള്ള കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ എന്തോ ഒരു വല്ലാത്തൊരു സങ്കടമോ എന്തോ തോന്നി. പാവം, അത് അത്ര വെയിലത്തു കൂടി ചെരുപ്പിടാതെയാണ് ആ പൊടിക്കുഞ്ഞാണ് ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും അവൾ ആ വെയിലിൻ്റെ, ആ മണ്ണിൻ്റെ ചൂട് അവൾ അറിയുന്നില്ല കേട്ടോ. വളരെ സന്തോഷത്തോടു കൂടിയാണ് പുള്ളിക്കാരത്തി അവളുടെ അച്ഛൻ പറയുന്നത് കേട്ടൊക്കെ ഇങ്ങനെ ആടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആടാനൊന്നും അറിയില്ല എങ്കിലും കൈയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അനക്കുന്നുണ്ട് കേട്ടോ. ചുറ്റും കൂടി നിന്നവരെല്ലാവരും കയ്യിലുള്ളതുപോലെയൊക്കെ അവർക്ക് ചെറിയ ചെറിയ സംഭാവനകൾ നൽകി സഹായിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൊടുത്തു, ഞാനും കൊടുത്തു. വളരെ സന്തോഷത്തോടു കൂടി ആ കൊച്ചു കുടുംബം പുലരട്ടെ, സന്തോഷമായിട്ട് നിലനിൽക്കട്ടെ. അതൊക്കെയാണ് എല്ലാവരുടെ മനസ്സിൽ. സന്തോഷമാണ് എല്ലാവർക്കും. ചെറിയൊരു കുഞ്ഞ് ബാഗും തൂക്കിയിട്ടാണ് ആ മൂത്ത പെൺകുട്ടി ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. പാവം, അവളിതൊക്കെ കുറേ കാലം മുമ്പ് കണ്ടതായിരിക്കും. അത് കാരണം അവൾക്ക് അതൊക്കെ ശീലമായി മാറി. അവൾ ഓടിച്ചെന്ന് എല്ലാവരുടെ മുന്നിൽ കൈ നീട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, പൈസയായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പൊടിക്കുഞ്ഞിനെ നടുപ്പ് നോക്കി, അശ്ശടാ. അപ്പോൾ ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് അമ്മമാർ സ്നേഹത്തോടു കൂടി എന്തോ പൊതിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരെന്തൊക്കെയോ ആ കുഞ്ഞിനോട് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ താലോലിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ നമുക്കത് കാണാം കേട്ടോ. എല്ലാവർക്കും ഒരു സ്നേഹം തോന്നും ആ കുഞ്ഞിനോട്. പൊടിക്കുഞ്ഞാണ്, തീരെ പൊടിക്കുഞ്ഞ്. എന്തായാലും ആ കുഞ്ഞു കുടുംബം ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറട്ടെ. ആ കുഞ്ഞുങ്ങൾ വേഗം വളർന്ന് വലുതാവട്ടെ. അവർക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ പ്രാർത്ഥിക്കുകയുണ്ട് നമ്മൾ. അതുപോലെ അമ്മദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആ കുടുംബം നല്ലതുപോലെ മുന്നോട്ട് പോകട്ടെ.